നമ്മുടെ കുട്ടികളല്ലേ, നമ്മളെന്തിനാണ് ഈ ഫണ്ട് കളയണത്? സാങ്കേതികം പറയും നമുക്കൊരു ബുദ്ധിപരമായും പിന്നെ അടവുപരമായും നല്ലത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരാതിരിക്കാൻ നോക്കുക. അവരത് പിടിച്ചു വാങ്ങാൻ പറ്റൂലല്ലോ. ഈ ഫണ്ട് വാങ്ങി കുട്ടികൾക്ക് പിന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്തിനാ 1466 കോടി രൂപ നമ്മൾ കളയേണ്ട കാര്യം എന്താണ്? PM-ശ്രീയിൽ ഒരു പുതിയ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിട്ടില്ല. ഈ സമയം വരെ ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളുമായി തുടരുകയാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും ഞങ്ങൾക്ക് അറിവില്ല. നമസ്കാരം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ വികസനമുണ്ടാക്കുക, ഭാവി രാജ്യത്തിന്റെ അടിത്തറ പാകാൻ ആവശ്യമായ പ്രതിഭകളെ, വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് PM-ശ്രീ പദ്ധതി 2 വർഷങ്ങൾക്ക് മുൻപ് നിലവിൽ വരുന്നത്. സിംഹഭാഗം സർക്കാരുകളും അതിന്റെ ഭാഗമാണ്. ഏതാണ്ട് 33 പങ്കാളികൾ അതിൽ ഉണ്ട് നിലവിൽ. പക്ഷേ കേരളം ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്തു. ഇത് ABVPയുടെ വിജയം എന്നാണ് BJP അതിൽ പ്രതികരണം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം താമസിച്ചത്? അങ്ങനെ ഒരു കേന്ദ്ര നയത്തിന്റെ ഭാഗമാകാൻ മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് ഫണ്ട് മുടക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാനം വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തീരുമാനിക്കുന്നത് എങ്കിൽ ഇത്രയും കാലത്തെ എതിർപ്പിനും കാലതാമസത്തിനും കാരണം എന്താണ് എന്ന് തിരികെ ചോദിക്കുകയും ചെയ്യുന്നു. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. PM-ശ്രീ വരുമോ എന്നുള്ളതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് മുന്നോട്ട് വെക്കുന്ന ചോദ്യം. നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കി, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ശ്രീ ജോബിൻ ജേക്കബ് ASFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്, ഡോക്ടർ ജയരാജ് ഇടത് സഹയാത്രികൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, PM-ശ്രീ പദ്ധതിയുടെ ഭാഗമാകാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി അനുകൂലമായ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിൽ സമവായം ഉണ്ടാകുമോ? ക്യാബിനറ്റിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് CPI അടക്കം എടുക്കുന്ന തീരുമാനം. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ടാണ് പരിഹാസം ഉണ്ടാകുന്നത്? ഇപ്പോൾ BJPയുടെ മുൻ അധ്യക്ഷനടക്കം അത്തരത്തിൽ പരിഹാസവുമായി രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ABVPയുടെ വിജയം എന്ന് വിചാരിക്കുന്നത്? അങ്ങനെ BJP വരച്ച വരയിലേക്ക് അല്ലെങ്കിൽ തീരുമാനിച്ച ഇടത്തേക്ക് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നൊരു വിജയപ്രതീക്ഷയാണോ നിങ്ങൾക്കിപ്പോൾ? നോക്കൂ, PM-ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ അതിനെ പരിഹസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വൈകി വന്ന വിവേകമാണ് എന്നതുകൊണ്ടാണ് അതിലൊരു പരിഹാസത്തിൻ്റെ സാധ്യത ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങളെ ആദ്യം എതിർക്കുകയും പിന്നീട് നിർലജ്ജമായി മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് അതേ സർവാത്മന സ്വീകരിക്കുകയും ചെയ്യുന്ന U-ടേൺ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ള ഈ PM-ശ്രീ. നമുക്ക് 2018 ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആ പദ്ധതി തന്നെ ഒരു തട്ടിപ്പാണ്, ഹോക്സാണ്, സംസ്ഥാനത്തിൻ്റെ കാരുണ്യ പദ്ധതിയോട് കിടപിടിക്കാനുള്ള ശേഷി അതിനില്ല, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും 2019 ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമാവുകയും ചെയ്തു. 2019 PM കിസാൻ നിധി, കർഷകർക്ക് അക്കൗണ്ടിലേക്ക് 6000 രൂപ ഇട്ട് കൊടുക്കുന്ന PM കിസാൻ നിധി ഉണ്ടാക്കിയ സമയത്ത് ആ പദ്ധതിയെ നിശിതമായി വിമർശിക്കാൻ മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതിയോട് താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല, ഡബിൾ സ്കീമാണ്, 2 പദ്ധതി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. 2019 ആയപ്പോഴേക്ക് നിലപാട് മാറ്റി PM കിസാൻ നിധി പൂർണ്ണമായിട്ട് നമ്മൾ നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി. 2023 PM വിശ്വകർമ്മ യോജന, അതിൻ്റെ ലോഞ്ചിങ്ങിൽ P രാജീവ് പങ്കെടുത്തത് പോലുമില്ല, അതൊരു RSS പദ്ധതിയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ 2024 മെയ് മാസത്തിൽ ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് PM വിശ്വകർമ്മ യോജന നടത്താൻ നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നമ്മുടെ എന്താ പറയുക പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ അത് ആരോഗ്യ മന്ത്രികളാക്കി മാറ്റാനുള്ള തീരുമാനത്തെ അതിനിശ്ചിതമായിട്ട് എതിർക്കുകയും കേരളം ഒരു കാരണവശാലും ആരോഗ്യമന്ത്രികൾ സ്ഥാപിക്കില്ലെന്ന് പറയുകയും ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം ആരോഗ്യമന്ത്രികളായിട്ട് പുനർനാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അനുഭവത്തിലെ ഏറ്റവും അവസാനത്തേതാണ് PM-ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് 4 വർഷം തുടർച്ചയായിട്ട് ആവർത്തിക്കുകയും ഏറ്റവും ഒടുവിൽ അതിലെ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്, അതുകൊണ്ട് PM-ശ്രീ നടപ്പാക്കാൻ ഞങ്ങൾ താത്വികമായി അടവുപരമായി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യാന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതി രാജ്യത്തെ 14,500 സ്കൂളുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ, എക്സംപ്ലറി സ്കൂളുകളാക്കി മാറ്റാൻ എന്താണ് 2020 ആധുനിക ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത്? അത്തരത്തിൽ വിഭാവനം ചെയ്യപ്പെടുന്ന സ്കൂളുകളുടെ നിലവാരം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് പോലെയുള്ള മാതൃകാ വിദ്യാലയങ്ങളെ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പേരിൽ PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതി ലോഞ്ച് ചെയ്തത്. 27,300 കോടി രൂപ ചെലവിലാണ് 5 വർഷത്തേക്ക് ഈ പദ്ധതി 2022 മുതൽ 2027 വരെ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓരോ സ്കൂളിനും ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളാണ്
സ്കൂളുകളാണ് സെലക്ട് ചെയ്യുക. അങ്ങനെ നോക്കിയാൽ കേരളത്തിന് 336 സ്കൂളുകൾ ഈ പദ്ധതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഓരോ സ്കൂളിനും പ്രതിവർഷം 1 കോടി രൂപ എന്ന നിരക്കിൽ 5 വർഷത്തേക്ക് 5 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ ലോക നിലവാരമുള്ള സ്കൂളുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ്, അതിനോട് ഞങ്ങൾ ആശയപരമായി വിയോജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പദ്ധതിയുടെ ഭാഗമാവാതിരിക്കുകയും ഇതിനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ഒരു MOU ഒപ്പിടണമല്ലോ, ആ MOU ഒപ്പിടാതിരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4 വർഷത്തിൽ ബ്രാൻഡിംഗ് ആണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നേരത്തെ നമ്മൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമൊക്കെ അങ്ങനെ കണ്ടു. അങ്ങനെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് കിട്ടണമെങ്കിൽ അതിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ പേരും ഫോട്ടോയും അടക്കം ഈ പറയുന്ന വിശേഷണങ്ങളോടെ ഈ പറയുന്ന സ്തുതിയോടുകൂടി പ്രദർശിപ്പിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ് വിമർശനത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ വിദ്യാലയങ്ങൾ വലിയ തോതിൽ മാറിയ വിദ്യാലയങ്ങളാണ് ഏറെക്കുറയും. അപ്പോൾ അതിന്റെ മുഴുവൻ അവകാശവാദങ്ങളും ഭാവിയിൽ ഈ പറയുന്ന ശിലാഫലകത്തോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ എഴുത്ത് കുത്തിനൊപ്പം ഇതൊക്കെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടോടുകൂടി വികസിപ്പിച്ച സ്കൂളുകൾ എന്ന നിലയ്ക്കാണ് എന്നൊരു അവകാശവാദം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആ എതിർപ്പ് സ്വാഭാവികമായും രാഷ്ട്രീയമായി ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സ്കൂളുകൾ നന്നായാൽ അതിന്റെ അവകാശവാദം കേന്ദ്രം ഉന്നയിക്കും എന്ന് പേടിച്ചിട്ട് കേരളത്തിലെ സ്കൂളുകൾ നന്നാവേണ്ട, ഇപ്പോഴത്തെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ തുടരട്ടെ. കേരളത്തിലെ സ്കൂളുകൾ മുഴുവൻ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണെന്നല്ല പറയുന്നത്. പക്ഷേ ഈ വർഷം തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എത്രയാണ് മാധു? ആലപ്പുഴയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ് കുട്ടി മരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലേ? കൊല്ലത്ത് വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി തട്ടിയിട്ട് കുട്ടി മരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലേ? സുൽത്താൻ ബത്തേരിയിലെ സ്കൂളിൽ കുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? അപ്പോൾ കേരളത്തിലെ നിരവധി സ്കൂളുകൾ വളരെ ശോചനീയമായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കേരളത്തിലെ 336 സ്കൂളുകളെ കേരളത്തിലെ ഓരോ ബ്ലോക്കിൽ നിന്നും ഒരു എലിമെന്ററി സ്കൂളിനെയും ഒരു സെക്കൻഡറി സ്കൂളിനെയും ലോക നിലവാരമുള്ള 5 വർഷം കൊണ്ട് 5 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് സോളാർ പാനൽ, അതേപോലെ തന്നെ ന്യൂട്രീഷണൽ ഗാർഡൻ, LED ലൈറ്റിങ്ങുകൾ, ലബോറട്ടറികൾ, മറ്റേ എന്താണ് ലോക്കൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നോക്കൂ, ഒരു പദ്ധതി നമുക്ക് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു പദ്ധതിയുടെ ഫണ്ട് നമുക്ക് വേണം, എന്നാൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പേരോ അതിന്റെ സന്നാഹങ്ങളോ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വളരെ ബോധപൂർവ്വം നടത്തുന്ന ഒരു വ്യാജ പ്രചരണം, ഇത് കേന്ദ്രത്തിന് കിട്ടേണ്ട വിഹിതമാണ്, എന്നാൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം സ്വീകരിച്ചുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കാതിരിക്കുകയാണ്. അവസാനം ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷനോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മാറ്റിവെച്ചുള്ള ഒരു ഫണ്ടല്ല. ഇത് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാനുള്ള ഫണ്ടാണ്. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫണ്ടിനുള്ള അർഹതയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ജൂലൈ 30 ഇടതുപക്ഷത്തിന്റെ MP ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഫണ്ടിന്റെ ആനുകൂല്യം സംസ്ഥാനങ്ങൾക്ക് കിട്ടുക എന്ന് കേന്ദ്രം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാനങ്ങൾക്ക് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ പറ്റി പറയുന്നുണ്ട്. 2022-23 കാലഘട്ടത്തിലേക്ക് 348 കോടി, 22-23-24 കാലഘട്ടത്തിലേക്ക് 328 കോടി, 24-25 420 കോടി, 25-26 വർഷത്തേക്ക് 440 കോടി, ഇങ്ങനെ 1538 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുന്ന, സംസ്ഥാനത്തെ 336 സ്കൂളുകളെ ലോക നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള അവസരമുള്ള ഒരു പദ്ധതി MOU ഉൾപ്പെടാതെ രാഷ്ട്രീയ വിരോധം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിരോധം മാത്രം പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുകയും കേരളത്തിലെ SSA ജീവനക്കാർക്ക് 6000-ഓളം വരുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ 4 വർഷം ശമ്പളം പോലും ിലേക്ക് തിരികെ വരാം. ശ്രീ ജോബിൻ ജേക്കബ്, ഇപ്പോ ഇതൊരു U-ടേൺ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി CPM ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. പക്ഷെ ഇപ്പോഴും CPIക്ക് അതിൽ എതിർപ്പുണ്ട്. അതായത് ഇത്രയും കാലമായി ഈ PM ശ്രീ ആവിഷ്കരിച്ചതിന് ശേഷം ഇതുവരെ ആ ഫണ്ട് ഉപയോഗിക്കാതെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 336 സ്കൂളുകൾക്ക് ലഭിക്കാമായിരുന്ന ഗുണം, അതിന്റെ ഒരു നല്ല ഉദ്ദേശം, അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം അധ്യാപകരുടെ പരിശീലനമടക്കം പലയിടങ്ങളിൽ നമുക്ക് കൈവരിക്കാൻ പോയ 2 വർഷക്കാലം സാധ്യമാകുമായിരുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാതെ നിൽക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ അങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇപ്പോഴും CPI എതിർക്കുകയാണെങ്കിൽ അത് അവരെക്കാൾ കടന്ന U-ടേൺ രാഷ്ട്രീയമാണോ എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും BJPയുടെ ചോദ്യം. എന്തുകൊണ്ടാണ് PM ശ്രീ വേണ്ട എന്ന് ഇപ്പോഴും തീരുമാനമെടുക്കുന്നത് CPI? തീർച്ചയായും PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് BJPയും RSSും നടപ്പാക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയ ഗൂഢ പദ്ധതിയാണ്.
കേവലമായി സ്കൂളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കേണ്ട ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനകത്ത് 2020 അവതരിപ്പിക്കപ്പെട്ട ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു അത് അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ പറയുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന സാഹചര്യം. നമ്മൾ നോക്കൂ, നമ്മൾ എന്താ ഇവിടെ കാണുന്നത്? PM ശ്രീ പദ്ധതിയുടെ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ SSIയുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന സാഹചര്യം. അതിന്റെ രാഷ്ട്രീയം എന്താണ്? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഫണ്ട് വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട ഫണ്ട് നമ്മൾ അങ്ങനെ ലഭ്യമാക്കേണ്ട, അല്ലെങ്കിൽ ലഭ്യമാക്കേണ്ട ഫണ്ട് നമ്മൾ അങ്ങനെ കളയേണ്ട കാര്യമില്ല എന്നുള്ളത്. ഈ ഫണ്ട് കേവലമായ ഒരു ഫണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്. ഇവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ഈ പറയുന്ന നിലയിലേക്ക് PM ശ്രീ പദ്ധതി കേരളത്തിനകത്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് അന്തർലീനമായ ഒന്നാണ് NEP എന്നുള്ളത്. സ്വാഭാവികമായും NEP ഇവിടെ നടപ്പാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന്റെ രാഷ്ട്രീയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകാതിരിക്കരുത് എന്നുള്ളതാണ് AIF എന്ന് പറയാനുള്ളത്. AIF ആദ്യ ഇതിന്റെ തുടക്ക സമയത്ത് തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ വശങ്ങളെ സംബന്ധിച്ച് വളരെ സമഗ്രമായി പൊതുസമൂഹത്തോട് പറഞ്ഞതാണ്. വലിയ സമരങ്ങളടക്കം ഞങ്ങൾ ഏറ്റെടുത്തതാണ്. തീരുമാനമെടുക്കുമ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ, അതിപ്പോ CPM-ന്റെയും CPI-യുടെയും മറ്റ് ഘടകകക്ഷികളുടെയും നമുക്ക് വിദ്യാർത്ഥി സംഘടനകളുമായി ഇതിപ്പോ 2 വർഷം കഴിഞ്ഞല്ലോ. സാധാരണഗതിയിൽ എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ മുൻകൂട്ടി ആ പദ്ധതി വരുമ്പോഴേക്കും നമുക്കതെങ്ങനെ ഗുണപ്രദമാക്കാം, അല്ലെങ്കിൽ അത് വേണ്ടാത്തതാണ് എങ്കിൽ തീർച്ചയായും വേണ്ടാത്തതാണ് എങ്കിൽ വേണ്ട എന്ന് വെക്കുക എന്ന സംബന്ധിച്ച ആലോചനകൾ മുൻകൂറായിട്ടാണ് വേണ്ടത്. ഇത് ആ പദ്ധതി വന്ന് ഇത്രയും കാലങ്ങൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള കൂടിയാലോചനകളൊന്നും ഇല്ലാതെയാണോ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ ഒരു മുന്നണിയാണല്ലോ അല്ലേ? അല്ല, ഇതൊരു മുന്നണിയുടെ പ്രശ്നമല്ല. സ്വാഭാവികമായും AISFന് വിദ്യാഭ്യാസ മേഖലയിലെ ഏത് വിഷയത്തെ സംബന്ധിച്ചും നല്ല അഭിപ്രായമുണ്ട്. ഞങ്ങൾ അത് പഠിച്ചു തന്നെയാണ് പറയുന്നത്. തീർച്ചയായും AISFന്റെ തീരുമാനങ്ങളും AISFന്റെ അഭിപ്രായങ്ങളും ഈ വിഷയത്തിനകത്ത് മന്ത്രിസഭാ യോഗത്തിലടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് അടക്കം ഇവിടെ പൊതുസമൂഹത്തിനോടും സർക്കാരിനോടും ഒക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു മാറ്റവും എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ വിഷയത്തിനകത്ത് പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഏത് നീക്കത്തെയും അത് നിശ്ചിതമായി അത് എതിർക്കാൻ തന്നെയാണ് AISFുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടത്. അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതിന്റെ മറവിൽ കിടക്കുകയാണ് എന്നുള്ളതാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഡോക്ടർ ജയരാജ്, ഇപ്പോ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതി വിഭാവനം ചെയ്യുന്നത് എന്താണോ അതിലേക്ക് വരാൻ, അത് ലോകത്തിന് മുന്നിൽ പ്രകടമാക്കാൻ, അതിന് അനുയോജ്യമായ വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കി വെക്കാനുള്ള ഒരു പദ്ധതി വേണം. അതിനുവേണ്ടിയാണ് PM ശ്രീ പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. NEP ഇപ്പോഴും ശക്തമായി എതിർക്കുകയാണ്. പക്ഷെ PM ശ്രീ പണം വേണം എന്നുള്ളത് കൊണ്ട് വേണം. അങ്ങനെയാണെങ്കിൽ നാളെ NEP നടപ്പിലാക്കാൻ നേരത്തും ഫണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അതും അംഗീകരിക്കപ്പെടുമോ? ഇതിനകത്തുള്ളത് 1466 കോടി രൂപ കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്നത് നമ്മൾ ഇതിൻ്റെ പേരിൽ വേണ്ട എന്ന് വെക്കുക എന്നുള്ളൊരു തീരുമാനം മാത്രമാണ്. അതായത് 1976 42ാം അമെൻമെൻറ്റിനകത്ത് വരുത്തിയ മാറ്റത്തിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നമ്മളുടെ ശ്രീ വീരേന്ദ്രകുമാർ എഴുതിയതുപോലെ ഘാട്ടും കാണാ ചരടുകളും എന്ന് പറഞ്ഞ കണക്കുപോലെ ഒരു കാണാ ചരട് ഇതിനകത്തുണ്ട്. ഈ കാണാ ചരടിന് നമ്മൾ കാണാതിരുന്നുകൂടെ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇത് പറയുന്ന ഏതാണ്ട് 90% ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയായതാണ് ഈ PM ശ്രീയിൽ പറയുന്നത്. ബാക്കിയുള്ള ഫണ്ട് സർവശിക്ഷ അഭിയാൻ്റെ ഫണ്ടാണ്, SSKയുടെ ഫണ്ടാണ്, ബാക്കിയുള്ള ഫണ്ടുകളൊക്കെയാണ് ഇതിനകത്ത് ഇനി ഉപയോഗിക്കാനുള്ളത്. അതിനകത്ത് കുടിശ്ശിക അടക്കമാണ് ഈ 1466 കോടി രൂപ നമ്മൾ കിട്ടാനുള്ളത്. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ഒരു അവസരത്തിൽ കുട്ടികൾക്ക് കിട്ടാനുള്ള നമ്മളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം കാലാകാലമായി, അതായത് വർഷങ്ങളായിട്ട് തുടരുന്ന, ഒരുപക്ഷെ
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പോലും തുടങ്ങി വന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സോ കോൾഡ് കേരള മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന എല്ലാത്തിനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണ്, സംഘപരിവാറിന് അതിൻ്റെ അജണ്ടയുണ്ട്, NEPക്ക് അതിൻ്റെ അജണ്ടയുണ്ട്, ഇതിനകത്ത് കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ടെക്സ്റ്റിനകത്താണ് ബാലാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷൻ്റെ നമ്പറടക്കം ടെക്സ്റ്റ് ബുക്കുകൾ ആഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോളിനകത്ത് കാര്യങ്ങൾ റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കി വയ്ക്കുകയും അതുപോലെ തന്നെ ഇവർ ഡിലീറ്റ് ചെയ്ത പല പാഠഭാഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുകയും NCERT ഡിലീറ്റ് ചെയ്ത പല പാഠഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. കേരള ഗവൺമെന്റിന്റെ പോളിസി വളരെ കറക്റ്റ് ആണ്. ഈ ഫണ്ട് മാത്രം വാങ്ങിക്കുക മാത്രമല്ല, ഫണ്ട് വാങ്ങിച്ചതുകൊണ്ട് സാധ്യത എത്രത്തോളം ബാക്കിയുണ്ടാകും എന്നുള്ളതൊരു പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം എന്നിവയൊക്കെ വന്ന് വളരെ സിമ്പിളായി നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് വരികയല്ലോ. ഇത്തരത്തിലുള്ള ഫണ്ട്, സാമ്പത്തികമായ സ്വാധീനം, ഇത്തരത്തിലുള്ള ബൗദ്ധികമായ സ്വാധീനം, അങ്ങനെ പലതും അതിൻ്റെ ഒപ്പമെത്തും. അതൊക്കെ സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് സ്വീകരിക്കലാണ് ഏറ്റവും പ്രധാനം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ അജണ്ടകൾ കൂടി വരും. ഇപ്പൊ അജണ്ടയുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷമാണ്, CPM ആണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന കാണാ ചരടുകൾ നേരത്തെ കാണാൻ കഴിഞ്ഞവർക്ക് ഈ ചരടിന്റെ അറ്റത്ത് കുറച്ച് നോട്ട് കെട്ടുണ്ടെങ്കിൽ ഓക്കെ എന്നാണോ? അങ്ങനെയല്ല. നമ്മൾക്ക് ഒരു കാരണവശാലും ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഈ ഫണ്ട് മാറ്റിവെക്കാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാനായിട്ടുള്ള അവകാശമില്ല. കാര്യം കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ പോഷകാഹാരം, കുട്ടികളുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളൊരു നയത്തിന്റെ പേരിൽ മാറ്റിവെക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. നയപരമായ തീരുമാനം നമ്മൾ നടപ്പിലാക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന വിഷയമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കോലെ NCERT ഡിലീറ്റ് ചെയ്ത പാഠഭാഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളത് പോലെ NEPയുടെ കാണാതുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നത് മാൻഡേറ്ററിയാണ്. പലതും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പല സാധനങ്ങളും മാൻഡേറ്ററിയാണ്, അടിച്ചേൽപ്പിക്കുന്ന രീതി തന്നെയാണ്. എന്നാണോ 1976 ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറിയത്, ഇത് തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അതിന് തീരുമാനം എടുക്കാനുള്ള വകുപ്പ്. അതാണ് ഇതിനകത്ത് കാണാച്ചരടെന്ന് പറയുന്നത്. അത് 76 സംഭവിച്ചതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ മാറ്റമാണ്. അതിന് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വിളിക്കുന്ന ഒരവസ്ഥയിൽ നിന്നുണ്ടാക്കിയതാണ്. അതിൽ നിന്നാണ് BJP റീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളെയും ഗൺ പോയിന്റിൽ നിർത്തി ഇത്തരത്തിലുള്ള മാർഗങ്ങൾ. കേരളം ഒരു ഐലൻഡ് ഒന്നുമല്ല, കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവർ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ തന്നെയും മറ്റ് കക്ഷികളുടെ അടിസ്ഥാനത്തോട് കൂട്ടുമുന്നണിയായിട്ട് ഫലിക്കുന്നെങ്കിൽ അവരവരുടെ ഫാസിസ്റ്റ് സ്വഭാവം, അവരുടെ നഖവും ദംഷ്ടകളും എടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലും കടന്നു കയറാൻ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ലൈഫ് മിഷന്റെ പദ്ധതി എത്രയാണ് നമ്മൾ തരുന്നത്? 80,000 രൂപ മറ്റാണ് തരുന്നത്. പക്ഷേ കേരള ഗവൺമെന്റ് ചെലവാക്കുന്നത് എത്രയാണ്? 4 ലക്ഷം രൂപ. നമ്മൾ വേണ്ടാന്ന് വെച്ചോ? അവിടെ PM-ന്റെ പടം വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വെച്ചോ? ഇതുവരെ വെച്ചിട്ടില്ലല്ലോ. അതവിടെ PM-ന്റെ പ്രോഡക്റ്റ് ആക്കി അല്ലെങ്കിൽ PM-ന്റെ ബ്രാൻഡിങ് ആക്കി മാറ്റാനുള്ള നമ്മൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതുപോലെ ഇത്തരം കാര്യങ്ങളിലെ കാണാച്ചരടുകളെ നമ്മൾ മുറിച്ചു മാറ്റിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ പ്രബുദ്ധരായ ജനത തിരിച്ചറിയുകയും 40%-മാണ്. അപ്പൊ തുക മാറുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനമാണ്. പിന്നെ നമ്മളൊരു തുരുത്തല്ലെങ്കിലും ഈ നാട് വേറെയാണ് എന്നൊക്കെയല്ലേ നമ്മൾ സാധാരണ മ്യൂസിക് ഇട്ട് പറയാറ്. അതുകൊണ്ട് ചോദിച്ചാണ്. അടുത്ത അഭിൻ വർക്കി, ഈ സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ അങ്ങനെ ഒരു പദ്ധതി, ഇപ്പം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളെ വേർതിരിച്ച് കാണുകയൊന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ സാധ്യമല്ല, ധാർമ്മികമായിട്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ വെക്കുന്ന ഉപാധി വെച്ചാൽ ശരി, ഇപ്പൊ അധ്യാപക പരിശീലനം ഉപാധിയാണ്, അംഗീകരിക്കണം, കാരണം അത് മുന്നോട്ട് പോക്കിനുള്ളതാണ്. പക്ഷെ ഫണ്ട് അല്ലെങ്കിൽ ഫോട്ടോ വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപാധി എന്ന് പറയുന്നത് അത് നിർബന്ധിതമാണ് എന്ന് വിചാരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഉപാധികൾ വെച്ചാൽ മാത്രമേ, ഫോട്ടോയും അതിനൊപ്പം മറ്റ് വിവരണങ്ങളും ചേർത്താൽ മാത്രമേ പദ്ധതിയിലെ ഫണ്ട് കൊടുക്കാൻ കഴിയൂ എന്ന് പറയുന്നത്, അത് അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ ബോധ്യമുള്ളവർ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങനെ മുന്നിൽ അങ്ങനെ ഉപാധി വെക്കുന്നത്, ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിലേക്ക് സർക്കാർ പോകുന്നത്, 2 വർഷം താമസിച്ചത്, ഇതൊക്കെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ PM ശ്രീ പദ്ധതി തന്നെ വരുന്ന ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇവിടെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പുനർക്രമീകരിക്കുമ്പോൾ അതിനകത്ത് കാതലായ വലിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അന്ന് തന്നെ എതിർത്ത സമീപനമാണ് കോൺഗ്രസ് എടുത്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം 3 കാരണങ്ങളായിരുന്നു. ഒന്ന്, അത് കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ നയമാണ്. അത് സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് സംസ്ഥാനത്ത് സിലബസ് അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് എപ്പോഴും ഒരു അധികാര പരിധി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിക്കൊണ്ട് കേന്ദ്രീകൃതമായൊരു സമീപനമാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാകുന്നതെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ആശങ്ക. 2, ഇത് വലിയ കച്ചവടവൽക്കരണത്തിന് ഇരയാക്കപ്പെടും എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു.
അത് വലിയ രീതിയിലുള്ള കൊമേഴ്ഷ്യലൈസേഷൻ ഉണ്ടാക്കും. കാരണം കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 90,000 ഗവൺമെൻറ് സ്കൂളുകൾ പൂട്ടിയെടുത്ത് 90,000 ഗവൺമെൻറ് സ്കൂളുകൾ പൂട്ടുകയും അതിന് കൂടുതൽ തന്നെ പ്രൈവറ്റ് സ്കൂളുകൾ തുടങ്ങുകയും ചെയ്തു എന്നുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു കച്ചവടവൽക്കരണ നയങ്ങളുണ്ട്. 3, അതിൽ ഏറ്റവും സുപ്രധാനമായത് അതിലൊരു വർഗീയത കുത്തി നിറയ്ക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ വർഗീയത എങ്ങനെയാണ് കുത്തി നിറച്ചതെന്നുള്ളത് നമ്മൾ പല സിലബസുകളിൽ നിന്നുകൂടെ കണ്ടതാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തുറന്ന് എതിർക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ശരിക്കും PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഈ PM ശ്രീയിൽ നിലവിലത്തെ പ്രശ്നം എന്താണ്? ഈ PM ശ്രീ പദ്ധതി ഇവിടെ MOU സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ SSA വഴി നമുക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് പല സംസ്ഥാന സർക്കാരുകളെയും ഈ പ്രഷറിലേക്ക് നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ PM ശ്രീ പദ്ധതി വഴി നമ്മളിവിടെ നടപ്പിലാക്കുമ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളം നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഇവിടെ പറയേണ്ടത്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ നമ്മുടെ സിലബസിലുള്ള നമ്മുടെ അധികാരപരിധി നഷ്ടമാകും. എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ രക്തസാക്ഷിയാണോ അതെയോ മഹാത്മാഗാന്ധി വണ്ടി ഇടിച്ച് മരിച്ചതാണോ എന്നുള്ള ചരിത്ര വളച്ചൊടിക്കൽ ഈ PM ശ്രീ അല്ലെങ്കിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം വഴി വന്നാൽ അത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും. 2, ഇവിടെ കേരളം എപ്പോഴും പറയുന്നതാണ് ഫെഡറലിസത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയതാണ്. അപ്പോൾ നമ്മൾ ഈ ഫെഡറലിസത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാണുന്നത്. ഇപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ അവരേറ്റവും ഊന്നി പറഞ്ഞതും ഈ ഫെഡറലിസത്തെ പറ്റി തന്നെയാണ്. ഇപ്പോൾ 2025 മാർച്ച് മാസത്തിൽ നടന്ന ഇതിൻ്റെ യോഗത്തിൽ അന്ന് ദിഗ്വിജയ് സിംഗ് ആണ് പങ്കെടുത്തത്. അദ്ദേഹം പറയുന്നത് കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ PM ശ്രീ പദ്ധതി വഴി MOU സൈൻ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അവരുടെ SSA ഫണ്ട് തടഞ്ഞു വെക്കരുത് എന്നുള്ള കൃത്യമായ നയമാണ് നമ്മൾ അന്നെടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ വ്യക്തമാക്കേണ്ടത് PM ശ്രീ പദ്ധതി വഴി നമ്മളത് MOU സൈൻ ചെയ്തു. MOU സൈൻ ചെയ്ത് കുറച്ച് 2 കൊല്ലമായി നമുക്ക് MOU സൈൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് നമ്മൾ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു എതിർപ്പ് രേഖപ്പെടുത്തി MOU സൈൻ ചെയ്തു. ഡൽഹിയിലടക്കം ഒരു എതിരഭിപ്രായം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ കാലതാമസം ഉണ്ടായിട്ടുണ്ടാവുക. ആ എതിരഭിപ്രായം മാറാനുള്ള സാഹചര്യം പണം എന്നത് മാത്രമാകുന്നത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ? അല്ല, പണം എന്നുള്ളതല്ല. അതിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കേന്ദ്ര സർക്കാർ ശ്രീ അമിത്ഷായുമായിട്ട് ചർച്ച നടത്തിയത്. അല്ലെങ്കിൽ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ BJP സ്വീകരിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ CPM-നുള്ള ഒരു സോഫ്റ്റ് കോർണറും അതുപോലെ തന്നെ CPM സ്വീകരിക്കുന്ന നയങ്ങളിലൊക്കെ BJP-യുടെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJP-യും RSSും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ഇന്നത്തെ നയപ്രകാരം ആ പദ്ധതിയെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹവും ഒക്കെ ആ ഒരു നയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയേണ്ടത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ASF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്: നമ്മൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമോ? ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേന്ദ്രം എങ്ങനെയാണോ ആവിഷ്കരിച്ചത് അതിവിടെ നടപ്പിലാക്കാൻ തയ്യാറാകുമോ? അതിൽ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു യോഗം കൂടി അവരുടെ അഭിപ്രായം കൂടി കേൾക്കാത്തത്? നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ അന്ന് കേരളം ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ഒന്നും അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുപോലെ കാതലമായ ഒരു നയമെടുക്കുമ്പോൾ ആ നയത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാത്തത് എന്താണ്? അപ്പോൾ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അഭിപ്രായത്തിലാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ നയം അങ്ങനെ തന്നെ നടപ്പിലാക്കാനാണ് CPM ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ CPI ഞങ്ങളോടൊപ്പം തന്നെ CPI നിൽക്കുമെങ്കിൽ CPIയോടൊപ്പം ഞങ്ങളും ആ നയത്തിനെതിരെയുള്ള സമരത്തിൽ നിൽക്കാൻ തയ്യാറാണ്. ശരി, അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ്, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്ന തീരുമാനവും അതിനുവേണ്ടി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനുവേണ്ട പ്രായോഗികമായ അടിത്തറയുണ്ടാക്കാൻ ആ ആശയം വിഭാവനം ചെയ്യുന്നതിന് പര്യാപ്തമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള PM ശ്രീ പദ്ധതി തയ്യാറാക്കുന്നതും ഒക്കെ എന്തിനാണ്? രാജ്യമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത് ഒരു നിശ്ചിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യമുള്ള സ്കൂളുകൾക്ക് അത് ഒരുക്കുക. നമ്മുടെ രാജ്യത്ത് പല തലങ്ങളിലുമാണ് നികുതി സ്വീകരിക്കുന്നത് എങ്കിലും സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഫണ്ട് ചെലവാക്കൽ എന്ന് പറയുന്നത് അത് എല്ലാ ഇടങ്ങളിലേക്കും ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളിലേക്ക് കൂടുതലായും എത്തണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, നമ്മളുടേത് അങ്ങനെയുള്ളൊരു ജനാധിപത്യ സംവിധാനമാണ്. രാഷ്ട്രീയ പാർട്ടികളാണ് ഓരോ സംസ്ഥാനത്തെയും സർക്കാരുകൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയം അതിൽ നിർണായകമായ സ്വാധീനവും ചെലുത്തും. അവിടെ ഇത്തരത്തിലുള്ള ഉപാധികൾ വെക്കുന്നത്
രാഷ്ട്രീയമായി തന്നെ എതിർക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഉപാധികൾ വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ താല്പര്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിയോജിപ്പ് വെച്ചുകൊണ്ട്, എന്തുമാകട്ടെ, ചില സംസ്ഥാന സർക്കാരുകൾ അതിൽ നിന്ന് മാറി നിന്ന സർക്കാരുകൾക്കല്ല നഷ്ടം, അത് അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം ഞാൻ കേരളത്തിലെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഏത് സംസ്ഥാനവും എന്നാണ് പറയുന്നത്. ഏത് സംസ്ഥാനം മാറി നിന്നാലും ആ സംസ്ഥാന സർക്കാരുകൾക്കല്ല അതിന് നഷ്ടം എന്ന് പറയുന്നത്. അതിപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും, CPM ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും, ആരാണ് എങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സർക്കാർ മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ പോലും അത് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുന്ന ധാർമ്മിക അടിത്തറയല്ല കേന്ദ്രത്തിന് ഉണ്ടാവേണ്ടത്, രാഷ്ട്രീയമില്ലെങ്കിൽ. അങ്ങയുടെ ചോദ്യം വളരെ ദീർഘമായതുകൊണ്ട് ഇത് എവിടെയാണ് തുടങ്ങിയതെന്ന് ഞാൻ മറന്നുപോയി. എങ്കിലും എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഇടതുപക്ഷ അത് അത്രയും സമയം വീണ്ടും പോലും ഇത്രയും ദീർഘമായിട്ടുള്ള ചോദ്യം അങ്ങ് ആവർത്തിച്ചാൽ എനിക്ക് ഏതാണ്ട് അതിന്റെ കണ്ടക്സ്റ്റ് ശ്രീ അബിൻ വർഗി അതിന്റെ അഭിമാന പ്രശ്നമായിട്ട് എടുക്കണ്ട. ഞാൻ ആ ചോദ്യത്തിന്റെ ദൈർഘ്യത്തെ സംബന്ധിച്ചൊന്ന് സൂചിപ്പിച്ചു. ഇവിടെ അബിൻ വർഗി പറയുന്നത് കേട്ട എല്ലാ വാചകത്തിനും മറുപടി പറയണമെന്ന് നിർബന്ധമില്ല മാധു. ചില കാര്യങ്ങൾ പോട്ടേന്നും വെക്കാം. ശരി, അങ്ങയുടെ നിർബന്ധം നടക്കട്ടെ. ശ്രീ അബിൻ വർഗി പറയുന്നത് കേട്ടപ്പോൾ തോന്നി ഈ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പദ്ധതിയാക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള സർക്കാർ ചെയ്തിട്ടുള്ള എന്തോ കാര്യമാണ്. നോക്കൂ, 1976 വരെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന എഡ്യൂക്കേഷനെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ കേന്ദ്രത്തിന് ഇടപെടാനുള്ള അവസരം സൃഷ്ടിച്ചത് ആരാണ്? 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ്. 1976 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമായത്. അന്ന് മുതലാണ് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ പെഡഗോഗി ഫിക്സിംഗിൽ വരെ, കരിക്കുലം ഫിക്സിംഗിൽ വരെ കേന്ദ്രത്തിന് ഇടപെടാനുള്ള അവസരം ഉണ്ടായത്. ഞങ്ങൾ ഭരിക്കുമ്പോൾ അത് ശരിയാണ്, BJP സർക്കാർ ഭരിക്കുമ്പോൾ അത് ശരിയല്ല, അത് തെറ്റാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ചോ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചോ ഒരു എതിർപ്പ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കാൻ കോൺഗ്രസിന് എങ്ങനെ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഉൾപ്പെടെ ആകെ 36 ഭരണ യൂണിറ്റുകളാണുള്ളത്. അതിൽ 33 ഭരണ യൂണിറ്റുകളും സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഇതിനോടകം PM ശ്രീ പദ്ധതിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും PM ശ്രീയുടെ MOA ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട്. 3 സംസ്ഥാനങ്ങൾ മാത്രം, ഒന്ന് കേരളം, ഒന്ന് പശ്ചിമ ബംഗാൾ, ഒന്ന് തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതുവരെ PM ശ്രീയുമായി ബന്ധപ്പെട്ട MOA ഒപ്പിടാത്തത്. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 2022 മുതൽ കോൺഗ്രസ് ഭരിക്കുന്നതാണ്. ഈ PM ശ്രീ പദ്ധതി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് PM ശ്രീയുമായി ബന്ധപ്പെട്ട MOA ഒപ്പിട്ടിട്ടുണ്ട്, ആ പദ്ധതിയുടെ ഗുണഭോക്താവാണ്. തെലങ്കാന 2023 മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതേപോലെ തന്നെ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ യാതൊരു എതിർപ്പുമില്ലാതെ PM ശ്രീയുടെ പദ്ധതിയുടെ ഭാഗമാവുകയും അതിന്റെ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം മറ്റൊരു സംസ്ഥാനത്തിന്റെ പശ്ചാത്തലം ഇരുന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? അത് തങ്ങൾ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു നയംമാറ്റത്തിന്റെ ചുവടിനെ പിടിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് ഇത്ര വലിയ വിമർശനം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം തന്നെ നമുക്ക് തോന്നുന്നു അത് വളരെ കൗതുകകരമാണ്. ഈ 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ അനുവദിച്ചിരുന്ന എഡ്യൂക്കേഷൻ പോളിസി ഏതാണ്? 1986 ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ നയം കൊണ്ടാണ് 2020 വരെ ഈ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം വരെ വ്യവഹരിക്കപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞാൽ 1986 ആഗോളവൽക്കരണം വന്നിട്ടില്ല, 86 ഇന്റർനെറ്റ് ഉണ്ടായിട്ടില്ല, ഈ പറയുന്ന ആധുനിക ലോകം തന്നെ ഈ മട്ടിൽ രൂപപ്പെട്ടിട്ടില്ല. അന്നുണ്ടാക്കിയിട്ടുള്ള വളരെ ആർക്കേക്ക് ആയിട്ടുള്ള ഒബ്സലീറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. മാറിയ കാലത്തിന്റെ ആധുനികമായിട്ടുള്ള ആവശ്യങ്ങളെ കേറ്റർ ചെയ്യുന്ന തരത്തിൽ ഒരു വിദ്യാഭ്യാസ ഗതി പരിഷ്കരിക്കാൻ മാറി വന്നിട്ടൊരു സർക്കാരിന് അധികാരമില്ലെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ എന്താണ് ഈ പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇത്ര വിമർശനാത്മകമായിട്ടുള്ള സംഗതി ഉള്ളത്? ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ പെഡഗോഗിക്കൽ സ്ട്രക്ചറിനെ അമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള 10+2 എന്ന് പറയുന്ന സ്ട്രക്ചറിനെ മാറ്റി 5+3+3+4 എന്നുള്ള രീതിയിൽ എന്താണ് ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നുള്ള രീതിയിൽ താഴെത്തട്ടിലുള്ള വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുന്നു. അതിൽ കരിക്കുലത്തിന്റെ മുകളിലുള്ള ഓവർ എക്സർഷൻ കുറയ്ക്കുന്നു. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്കിൽ ഡെവലപ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കും മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നു.
അവിടെ ഈ പറയുന്ന പോലെ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. ഫസ്റ്റ് ഇയറിൽ 1-ാം വർഷം കൊണ്ട് ഡിപ്ലോമ, 2-ാം വർഷം കൊണ്ട് ഡിഗ്രി, 3-ാം വർഷം കൊണ്ട് 4-ാം വർഷം കൊണ്ട് ഹോണേഴ്സ് എന്നുള്ള രീതിയിൽ ഏത് സമയത്തും ഈ പറയുന്ന ഡിഗ്രി കോഴ്സ് അവസാനിപ്പിക്കാനും നേടിയത്ര വിദ്യാഭ്യാസത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ബാങ്ക് ഉണ്ടാക്കാനും ഒക്കെയുള്ള അവസരം സൃഷ്ടിക്കുന്ന പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളോട് സംവദിക്കുന്ന ആധുനികമായിട്ടൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കി വെച്ചതിന് എന്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇത് എന്താണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ അടിസ്ഥാനമായിട്ട് യാഥാർത്ഥ്യം എന്താണ്? ഈ ട്രൈലിംഗൽ സ്കീം എന്ന് പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ത്രിഭാഷാ പദ്ധതി പ്രകാരം ഈ പറയുന്ന ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഒരു നിർബന്ധിത ഭാഷയല്ല. 2 ഇന്ത്യൻ ലാംഗ്വേജുകളും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ്. ഈ ഇന്ത്യൻ ലാംഗ്വേജുകൾ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ആ സംസ്ഥാനത്തിനുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഹിന്ദിക്ക് പകരം പഞ്ചാബിയോ അല്ലെങ്കിൽ തമിഴോ അല്ലെങ്കിൽ കന്നഡയോ അല്ലെങ്കിൽ തെലുങ്കോ അല്ലെങ്കിൽ സംസ്കൃതമോ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള അവസരം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടെന്നിരിക്കെ ഹിന്ദി എന്ന് പറയുന്നത് ഒരു നിർബന്ധിത ഭാഷയല്ല എന്നിരിക്കെ ഇത് ഹിന്ദി ഞാൻ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ പേരിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ മാറി നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അതായിരുന്നല്ലോ ചോദ്യത്തിലെ ഏറ്റവും മർമ്മം അല്ലേ. ഞാൻ ആ പ്രശ്നത്തിലേക്ക് അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാം. നോക്കൂ, ഇവിടെ ഒരു കേന്ദ്രം ഒരു ഫണ്ട് പ്രഖ്യാപിച്ചിട്ട് ആ ഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല, ആ ഫണ്ട് ഞങ്ങളുടെ അവകാശമാണ്, പദ്ധതി ഏത് നടപ്പാക്കണം എന്നുള്ളത് ഞങ്ങളുടെ വിവേചനാധികാരമാണ് എന്ന് സംസ്ഥാനങ്ങൾക്ക് പറയാം. അത് ശരിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കേന്ദ്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ആ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഒരു സഹായ നിധി ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ്. ഇവിടെ ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല, പക്ഷേ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നയമല്ല. ഇവിടെ ഈ പറയുന്ന 1500 കോടി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള വിഹിതത്തിൽ നിന്ന് ഈ പറയുന്ന SSA വഴിക്ക് കിട്ടേണ്ടതല്ല. അത് PM ശ്രീ എന്ന് പറയുന്ന സ്കീം 27,000 കോടി രൂപയുടെ 14,500 സ്കൂളുകൾ വികസിപ്പിക്കുന്ന ഒരു സ്കീമിന് വേണ്ടിയിട്ടുള്ള സെന്ററിന്റെ നീക്കിവെപ്പാണ്. അത് നടപ്പാക്കുന്ന ആളുകൾക്ക് അതിനെന്താണ് ഈ പറയുന്ന പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള ഉത്തരത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു ആനുവൽ പ്ലാൻ ആൻഡ് ബജറ്റ് തയ്യാറാക്കണം, ആനുവൽ പ്ലാൻ ആൻഡ് ബജറ്റ് അയച്ചു കൊടുക്കണം. അത് ഈ പറയുന്ന അസസ്മെന്റ് കമ്മിറ്റി വിലയിരുത്തണം. അസസ്മെന്റ് കമ്മിറ്റി വിലയിരുത്തിയിട്ട് ഇത് നടപ്പാക്കാനുള്ള ചെലവ് എത്രയാണെന്ന് നിശ്ചയിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് പോലെ ഒരു പ്ലാനിംഗ് ഉണ്ടാകുന്നതിനെ കുറിച്ച്, പരിശീലനം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഇപ്പോഴും അങ്ങ് പറയുന്നത് സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ചാണ്. ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. അതങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഒന്നും കുട്ടികളെ, വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളെ അവരുടെ അവകാശമാണ്. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് നോക്കിക്കാണാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. പിന്നെ ഈ പറയുന്നത് പോലെ ഈ ലിസ്റ്റിലേക്ക് മാറുന്നതും മറ്റുമൊക്കെ സമഭാവനയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന്റെ നേരത്തെ പറഞ്ഞ മർമ്മം. ശ്രീ ജോബിൻ ജേക്കബ്, ഇപ്പോൾ സംഘപരിവാർ ആശയങ്ങളുടെ കടന്നുകയറ്റമാണ് സിലബസ് പരിഷ്കരണത്തിലൂടെ ഉണ്ടാകുന്നത്, NEP വരുന്നതിലൂടെ ഉണ്ടാകുന്നത്. മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾ, നിങ്ങൾക്ക് ഭയാശങ്കകൾ രാഷ്ട്രീയമായി തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു, പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ കെ.രാജൻ അടക്കമുള്ളവർ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. NEPയോട് സംസ്ഥാനം ഇതുവരെയും ആഭിമുഖ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ശരി, ഇതൊക്കെ വസ്തുത, അതൊക്കെ യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് അവിടെ വെക്കുമ്പോഴും ഇപ്പോൾ ഫണ്ടിന്റെ പേരിലാണ് എങ്കിലും PM ശ്രീ പദ്ധതി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും അതിനെ നയിക്കുന്ന മന്ത്രിയും എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ എന്തു തീരുമാനമാണ് എടുക്കുക എന്നത് സംബന്ധിച്ച ഒരു രൂപമുണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം കേരളം PM ശ്രീ പദ്ധതിയിലേക്ക് എന്നുള്ളത് തന്നെയാണ് വാർത്തകൾ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിലപാടെന്താണ്? ഇപ്പോൾ ക്യാബിനറ്റിലേക്ക് ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം അറിയിക്കാം, പക്ഷേ ഫണ്ട് എന്നതാണ് പ്രാഥമികമായി സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത് എങ്കിൽ ഈ എതിർപ്പ് എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് നിങ്ങൾ തന്നെ വിചാരിക്കുന്നത്? നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ AISF ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് AISF ഇന്നും നിൽക്കുന്നത്. അതിനകത്തൊരു മാറ്റവും വന്നിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോ ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും AISF പറയുന്നത് PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഈ സംസ്ഥാനത്തിനകത്ത് AISF ഏത് നിലയിലും അതിനെ എതിർക്കും. വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയുണ്ട് കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുമ്പ്. അവിടെ വിദ്യാർത്ഥി സംഘടനകളോട് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് തന്നെയായിരുന്നു അത്.
സ്റ്റോബൻ ജേക്കബ്, നിങ്ങളുടെ മുന്നണി ഭരിക്കുന്ന സർക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകിയ എതിർപ്പ് വാക്ക് പാലിക്കാത്ത ഒരു സർക്കാരാണ് എന്നാണോ അങ്ങ് പറയുന്നത്? ഇപ്പോൾ ASFന് എതിർപ്പുണ്ട്, നിങ്ങളത് പ്രകടിപ്പിക്കും. നിങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുമെന്നാണ് പറയുന്നത്? നിങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് പോകുമോ? അല്ല, അത് ഏത് നിലയിൽ വേണം എന്നതിനെ സംബന്ധിച്ച് AESFന്റെ ഘടകങ്ങൾ കൂടി ഞങ്ങൾ ആലോചിക്കുന്നതിന് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നിലപാടിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് സംശയത്തിന് അടിസ്ഥാനമില്ലാത്ത നിലയിൽ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ആ നിലയിലാണ് ഞങ്ങൾ ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. PM ശ്രീ പദ്ധതി കേരളത്തിനകത്ത് നടപ്പാക്കുമ്പോൾ അത് കേവലമായി ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഒരു ഫണ്ട് എന്നതിനെ മാത്രമായി അതിനെ കേവലവൽക്കരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഇത് NEP കേരളത്തിനകത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. ഇത് കേരളത്തിനകത്ത്, രാജ്യത്തിനകത്ത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി അതിന്റെ പച്ചയായ ലംഘനമാണ്. നമ്മുടെ സംസ്ഥാനത്തെ അടക്കം വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ RSSന്റെയും സംഘപരിവാറിന്റെയും കടന്നു കയറ്റത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ്. അതിനകത്ത് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിന്റെ സമരപരിപാടിയും മറ്റ് തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ കൂടിയാലോചിച്ചത് ചെയ്യും. ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വ്യക്തമായി ഇപ്പോൾ പറയുന്നത്. ശരി, ഡോക്ടർ ജയരാജ്, ഇപ്പോ ASF അവരുടെ ഖണ്ഡിതമായ നിലപാട് വ്യക്തമാക്കുകയാണ്. ഞാൻ ദേശാഭിമാനിയിൽ വന്ന SFയുടെ ഒരു പ്രസ്താവന വായിക്കാം. അപ്പോൾ മറ്റു മാധ്യമങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന വളച്ചൊടിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ നേരിടേണ്ടി വരുമല്ലോ. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണം ചെറുക്കണമെന്ന് SFI സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. 2014 BJP അധികാരത്തിൽ വന്നത് മുതൽ വിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെയും ഗവേഷണം ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ചും കാവ്യവൽക്കരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇരുണ്ട യുഗത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. NEP NCERT പരിഷ്കാരങ്ങൾ ഇതിനുള്ള നീക്കമാണ് എന്നുള്ളതൊക്കെയാണ് SFI തിരിച്ചറിയുന്നത്. ഇപ്പോൾ ASF അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ടില്ല. SFIക്ക് അങ്ങനെ ഒരു നിലപാട് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ മാറ്റുമ്പോൾ SFIയിൽ നിന്നും അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതോ SFIയെ കണക്കിലെടുക്കാതെ തന്നെ സംസ്ഥാന സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ട് പോകുമോ? ASFന്റെ ആൾ പറഞ്ഞതുപോലെ, സംസ്ഥാന സെക്രട്ടറി ജോബിൻ ജേക്കബ് പറഞ്ഞതുപോലെ, അതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നേരത്തെ 3 മാസങ്ങൾക്ക് മുമ്പ് ഇതുമായിട്ട് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ ഓരോ വിദ്യാർത്ഥി സംഘടനകളും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇനിയും ചർച്ചകളുണ്ടാകും. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സമവായത്തിലൂടെ മാത്രമേ നടപ്പിലാക്കൂ. ഇത് വൺ സൈഡറായിട്ട് ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് അല്ലേ, ഒരു ജനാധിപത്യ സർക്കാരല്ലേ. ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും, വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യും, അധ്യാപക സംഘടനയായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നടപ്പിലാക്കത്തുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഫോർ ഗ്രേറ്റർ കോമൺ ഗുഡ്സ് എന്ന് പറയുന്ന കണക്കല്ലേ, എന്തിന് നമ്മൾ ഈ ഫണ്ട് എന്തിനാണ് കുട്ടികൾക്ക് നിഷേധിക്കുന്നത്? എന്തിന്റെ കാര്യം പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഫണ്ട് നിഷേധിക്കുന്നതിന് യാതൊരുവിധ ന്യായീകരണവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ജയരാജ്, ഇത്രയും വർഷം അത് നിഷേധിച്ചതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾക്കിത് പഠിക്കണ്ടേ? NEPയുടെ എന്താണ് അതിൻ്റെ കാണാച്ചേരൽ? നമ്മളിപ്പോൾ ഗാട്ട് കരാറിൽ ഒപ്പിട്ട പോലെ, ASEAN കരാറിൽ ഒപ്പിട്ട പോലെ, മറ്റ് വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ കണ്ണുടച്ച് ഒപ്പിട്ടൊന്നും അല്ലല്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം. മുമ്പ് ചെയ്തിട്ടുള്ള അതിൻ്റെ പാതകങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ASEAN കരാറിലൊക്കെ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ വിലക്കയറ്റം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മാറുന്ന ലോക സാഹചര്യം, അതിനനുസരിച്ച് നവലിബറൽ പോളിസികൾ വരുന്നു. അതിനനുസരിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി ഇറക്കുന്നെന്നാണ് പറയുന്നത്. കേരളത്തിൽ അമ്പാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ, സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കുട്ടികളുടെ ഭാവി ഇല്ലാതായി. എഞ്ചിനീയർമാരുടെ വിലയില്ലാതെ ബാങ്കിലും മറ്റ് സ്ഥലങ്ങളിലും കുട്ടികൾ ജോലിക്ക് വേണ്ടുന്ന സ്ഥിതിയുണ്ടായി. അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ യാതൊരു ലൈസൻസും ഇല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജുകൾ കോൺഗ്രസ് ഭരണകാലത്ത് സ്ഥാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടായത്? ഇവിടുത്തെ എഞ്ചിനീയറിംഗിൻ്റെ വിദ്യാഭ്യാസ നിലവാരം തകർക്കുകയും പലതും IT കമ്പനികളുടെ ഈ ഗ്ലോറിഫൈഡ് ക്ലർക്ക് പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സീറ്റുകളുടെ വർധനവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഈ ഫിനിഷ്ഡ്, അതായത് മാർക്കറ്റിന് വേണ്ടുന്ന കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നത് ഒട്ടും ശരിയല്ല. കേരളത്തിൻ്റെതായ ഒരു മാതൃകയുണ്ട്. നേരത്തെ ഈ പറഞ്ഞ കണക്കോലെ സ്കിൽ ബേസ്ഡ് ആണെങ്കിലും സ്കിൽ ഡെവലപ്ഡ് ആണെങ്കിലും പുതിയ ഈ പേരുകൾ മാത്രം മാറ്റുന്നതല്ല. ശങ്കുട്ടി ദാസ് പറഞ്ഞ കണക്കോലെ ഇതിൻ്റെ പേര് മാറ്റുന്നോ അല്ലെങ്കിൽ ഈ +2 എന്നൊക്കെയുള്ള
8+2+2 എന്നൊക്കെ പറയുന്നുള്ള കണക്കുകൾ മാത്രമല്ല ഇതിനകത്തുള്ള വിഷയം. ഇതിനകത്ത് എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? ഇങ്ങനെ കാലികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് മാർക്കറ്റ് എക്കണോമിക് അങ്ങ് പറഞ്ഞതിന്റെ ഒരു അത് ഞാൻ എടുക്കുന്നു, അതിനുള്ളിൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന ആശയത്തെ ഞാൻ എടുക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആശയപരമായിട്ടല്ലേ അതിനെ വിശദീകരിക്കേണ്ടത്? ഇന്നിപ്പോ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആശയമല്ല അവിടെ നിഴലിച്ചു നിൽക്കുന്നത്, അത് ഫണ്ട് നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഫണ്ട് എങ്ങനെ ചെലവാക്കിയെന്നല്ല നമ്മൾ പഠിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ അതെങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഇത്രയധികം സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ലാത്ത ഭയം ഒരു കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് സ്വാഭാവികമായും ഒരു ചിന്തയുണ്ടാവില്ലേ? അങ്ങ് പറഞ്ഞതുപോലെ ഇനി നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്ര കാലം നിഷേധിച്ചു എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ മുഴച്ചു നിൽക്കും. അത് രാഷ്ട്രീയമായിരുന്നു എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു ഭയം നമുക്കുണ്ടായതിന്റെ കാരണം ഇവിടെ ഒരു ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു വലതുപക്ഷ സർക്കാരായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ കണക്കൊരു ഒരു കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ യാതൊരു സംശയമില്ല, ഹിമാചൽ പ്രദേശിൽ ഒപ്പിട്ട പോലെ, കർണാടകയിൽ ഒപ്പിട്ട പോലെ, ശങ്കുട്ടി ദിവസ് പറഞ്ഞ കണക്കോലെ, ആന്ധ്രാപ്രദേശിൽ ഒപ്പിട്ട കണക്കോലെ അവർ കണ്ണടച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ഒപ്പിടുകയും മറ്റു പല സംസ്ഥാനങ്ങളിലും അവർ റൂൾ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഒപ്പിടുകയും കേരളത്തിൽ മാത്രം വരുമ്പോഴത്തേക്ക് എതിർക്കുകയും സംശയദൃഷ്ടിയോടെ കാണുകയും ചെയ്യും. എന്നിട്ട് പറയും ഇവിടെ BJPയും CPM ഹാൻഡ് ആൻഡ് ഗ്ലൗ ആണെന്ന് പറയും. ശരിക്കും ഹാൻഡ് ആൻഡ് ഗ്ലൗ ആരാണ്? ഹാൻഡ് ആൻഡ് ഗ്ലൗ ആയിട്ട് നടക്കുന്നത് കോൺഗ്രസും BJPയുമാണ്. എന്നിട്ടാണ് അവർ ഈ ആരോപണം സ്ഥിരമായിട്ട് മുട്ടിന് ഈ ആരോപണം സംഘപരിവാറിനെതിരെ PMC നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പഠനം ഇപ്പോൾ നടത്തിയിട്ടുണ്ടല്ലോ? നമ്മൾ മറ്റു മേഖലകളൊക്കെ ആണെങ്കിൽ ഗുജറാത്തിലും UPയിലും ഒക്കെ പോയി പഠിക്കാറുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും പഠനമോ എന്തെങ്കിലും സംഘത്തിന്റെ യാത്രയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഫണ്ട് എന്നുള്ളൊരു കാര്യത്തിനപ്പുറത്ത് PMC പദ്ധതി മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെ ആധികാരികമായി നടപ്പിലാക്കി, അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ അതെങ്ങനെ സ്വാധീനിച്ചു, എന്ത് ഗുണഫലം ഉണ്ടായെന്നത് സംബന്ധിച്ച സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഹോംവർക്കോ പഠനമോ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എത്രയോ തവണ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശില്പശാലകളും മറ്റും നടത്തുകയും അതിനകത്ത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുകയും ചർച്ചാവേദികൾ സംഘടിപ്പിക്കുകയും. അല്ല, ഞാൻ പറഞ്ഞത് ഹയർ സെക്കൻഡറിയും NEP നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണല്ലോ. ഹയർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഭാഗമാണല്ലോ. ഇത് തുടർച്ച ഇങ്ങനെ താഴെ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടായ മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കോലെ ഒരു വർഷം കൂടെ FIUGP നമ്മൾ നടപ്പിലാക്കി. നമ്മളുടേതായ കണ്ടീഷനും നമ്മളുടേതായ പരിമിതമായിട്ടുള്ള ശില്പശാല നടത്തി മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെ പ്രതിഫലിച്ചു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ കടകം തിരിഞ്ഞു വീടരുതേ. അപ്പോ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെ നടപ്പിലായി എന്നത് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും വർഷം എടുത്തത് എന്ന് പറയുമ്പോൾ നമ്മളത് പഠിച്ചോ? ആധികാരികമായി എന്തെങ്കിലും ഒരു ജേർണലുണ്ടോ? എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മുടെ സംഘം യാത്ര ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ വിദ്യാഭ്യാസ വകുപ്പുകളുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൂടിയാലോചന നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എക്സ്പേർട്ടുകളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു, അവരുമായിട്ട് ചർച്ച നടത്തി. മറ്റ് രാജ്യത്തെ മറ്റ് പല വിദ്യാഭ്യാസ വിചക്ഷണറുമായിട്ട് ഡേ ടു ഡേ ആയിട്ട് ചർച്ചകൾ അതിന്റെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അത് അങ്ങനെ നയപരമായി വിശദീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നതിന് പണം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം വിശദീകരിക്കാനുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകും. നമ്മൾ ഇത്ര പഠനം നടത്തിയെന്ന കാര്യം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വിഷയത്തിന്റെ ചർച്ചയല്ലല്ലോ ഇന്ന് ചെയ്തത്. ഇന്ന് വളരെ പ്രസക്തമായ കാര്യങ്ങൾ വളരെ പരിമിതമായ വരികളിൽ പത്രക്കാർ, അതായത് ഒരു മണിക്കൂർ ഇന്റർവ്യൂ ഒന്നും അല്ലല്ലോ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത്, എങ്ങനെയാണ് ഏതെല്ലാം വിദ്യാഭ്യാസ വിചക്ഷണരെ നമ്മൾ സമീപിച്ചിരുന്നു, എന്തെല്ലാം പ്ലാനിംഗ് ബോർഡിലെ അംഗങ്ങളെ കൊണ്ടുവന്നിരുന്നു, അവരുമായിട്ട് എന്തെല്ലാം ചർച്ചയുണ്ടായി, ആ ചർച്ചയുടെ അജണ്ട എന്താണ്, സ്വാഭാവികമായും കേന്ദ്ര മന്ത്രാലയത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതങ്ങനെ ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും നാളെ വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ വിശദമായ ചർച്ച നടത്തി എന്ന് പറയുകയുമാകാം. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യവുമല്ല സംസ്ഥാന സർക്കാർ ഇപ്പോൾ PMC പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഫണ്ട് എന്നൊരു കാര്യം മാത്രമാണ്. അല്ലാതെ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അതിന് സമാന്തരമായി അങ്ങോട്ടുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, മറ്റ് പലതും ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ നാളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. പക്ഷെ കാരണം പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഫണ്ട് എന്നൊരൊറ്റ ഉത്തരം മാത്രമാണ് ഇന്ന് ആധികാരികമായി കിട്ടിയത്. ശ്രീ ജയരാജൻ, കേൾക്കാമോ? സംഗതി പ്രശ്നം ഞാനങ്ങിലേക്ക് വരാം. വടകര അബിൻ വർക്കി, കോൺഗ്രസ് കൊണ്ടുവന്നതാണ് ഈ പരിഷ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ശ്രീ ശങ്കുട്ടിദാസിനോട് ചോദിക്കുകയും ചെയ്തു, അങ്ങനെ
അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാര പരിധിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സമവായത്തിലൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിലൂടെ സമഭാവനയിലൂടെയൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനപ്പുറത്തേക്ക് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ 60% ഫണ്ട് സംഭാവന ചെയ്യുന്നു എന്നുള്ളതാണോ അതിൽ പ്രതിഫലിക്കുക? ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. PM ശ്രീ പദ്ധതി അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് PM ശ്രീ പദ്ധതി വഴിയുള്ള ഇത്ര വലിയ ഫണ്ടിങ് നടത്തുന്നത്. ഇനി PM ശ്രീ പദ്ധതി നമ്മൾ അവലംബിച്ചില്ലെങ്കിലുള്ള പ്രശ്നം ഇപ്പോൾ തന്നെ ഇവിടെ ഫണ്ടുകൾ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് SSAയുടെ ഫണ്ടാണ് ലഭിക്കാനുള്ളത്. PM ശ്രീ പദ്ധതിയിൽ MOU സൈൻ ചെയ്യാത്തത് കാരണമാണ് SSAയുടെ ഫണ്ട് ലാഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറയുന്നതോ ആയ സാഹചര്യം ഉണ്ടായത്. നമ്മുടെ ഫ്രീ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസി അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. രണ്ട്, ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ തുടങ്ങിയത് എന്തോ വലിയ അബദ്ധമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞങ്ങൾ 2 കുട്ടികളുടെ ഒരു ദൈന്യത കണ്ടിട്ടാണ് സത്യത്തിൽ അന്ന് ഈ നയമാറ്റം ഉണ്ടായത്. ഒരു കുട്ടി വീണ വിജയനായിരുന്നു. കാരണം ഒരു സ്വാശ്രയ കോളേജ് കിട്ടാത്ത കാരണം കോയമ്പത്തൂരിൽ പോയി ക്യാപിറ്റേഷൻ കൊടുത്ത് പഠിക്കേണ്ട ഒരു ഗതികേട് ആ കുട്ടിക്കുണ്ടായി. രണ്ടാമതൊരു കുട്ടി വിവേക് വിജയനായിരുന്നു. ആ കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ പറ്റാതെ വിദേശത്ത് പോയി 75 ലക്ഷം രൂപ കൊടുത്ത് ലണ്ടനിൽ പോയി പഠിക്കേണ്ട ഗതികേട് വന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ ശ്രീ AK ആൻ്റണിയുടെ സർക്കാർ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ തുടങ്ങി ഇവിടുത്തെ സാധാരണപ്പെട്ട കുട്ടികൾക്കും ഈ നാട്ടിൽ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. ആ അവസരം ഉണ്ടാക്കി കൊടുത്തുവെന്ന് മാത്രമല്ല, 2002 2:1 എന്ന റേഷ്യോയിൽ തുടങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് 2006 ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ശ്രീ ജയരാജന് ഓർമ്മയുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്തത് ആ സർക്കാരാണ്. ആ കൊടുത്ത എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഴുവൻ പൂട്ടി ഇന്നവിടെ ഗോഡൗൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും ശ്രീ ജയരാജന് അറിയാം. അതുകൊണ്ട് പഴയ ചരിത്രമൊന്നും അധികം ഓർമ്മിപ്പിക്കാതിരിക്കുകയും അതിൽ കൂടുതൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുകയായിരിക്കും ഉത്തമം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി 2, എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കോൺഗ്രസ് അവലംബിച്ച രീതി? ഇപ്പോൾ കർണാടക സർക്കാർ 2023 കോൺഗ്രസിൻ്റെ സർക്കാർ വരുന്നത്. അതിനു മുമ്പ് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യമായി നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം അത് കർണാടകയായിരുന്നു. പക്ഷേ ശ്രീ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ മാറ്റി, അത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള ആളുകൾ അന്ന് ഇന്ത്യയിൽ നടത്തിയ വലിയ പ്രസ്താവനയുണ്ട്. ശ്രീ സിദ്ധരാമയ്യയോട് പറഞ്ഞത് ഇത് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നതാണ്, നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. അന്ന് കർണാടക സർക്കാർ അവലംബിച്ച രീതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നയമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനിടയായ സാഹചര്യം ഞാൻ ആദ്യം വിശദീകരിച്ചു. അതായത് പ്രഷർ ചെയ്യുന്നതാണ്. SSA ഫണ്ടുകൾ ലാഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ SSA ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവേണ്ട പുരോഗതിയെ അതിനെ കുറയ്ക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് PM ശ്രീ പദ്ധതി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കാതലായ പ്രശ്നം ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ആ നയം കർണാടക നടപ്പിലാക്കിയിട്ടില്ല, ആ നയം തെലുങ്കാന നടപ്പിലാക്കിയിട്ടില്ല, ആ നയം അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ തെലുങ്കാനയിൽ തന്നെ പുതിയ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള പുതിയ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, താങ്കൾ ഇവിടെ BJPയുടെ കേരളവും നടപ്പിലാക്കിയിട്ടില്ല, ദേശീയ അവിടെ നടപ്പിലാക്കിയതുപോലെ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ പ്ലാൻ ഇടുന്നു. ഞാൻ പറഞ്ഞത് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായമാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ആ പാടെ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് ശക്തമായ പ്രതിരോധം രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് കോൺഗ്രസിൻ്റെ അന്നത്തെയും നിലപാട്, ഇന്നത്തെയും നിലപാട് അത് തന്നെയാണ്. കർണാടക അത് നടപ്പിലാക്കിയില്ല. ഉണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ എടുത്ത തീരുമാനം ക്യാൻസൽ ചെയ്ത് പുതിയ വിദ്യാഭ്യാസ നയമാണ് അവിടെ നടപ്പിലാക്കുന്നത്. തെലുങ്കാനയിലും അങ്ങനെ തന്നെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സംസ്ഥാന സർക്കാർ അപ്പാടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ 3 കാര്യങ്ങളുണ്ടാവും. 1, കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ രീതിയിലേക്ക് സംസ്ഥാനം പോകും. 2, കച്ചവടവൽക്കരണത്തിന് വഴിയൊരുക്കും. 3, തെറ്റായ ചരിത്രങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വർഗീയമായ സിലബസുകൾ ഈ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ASFൻ്റെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പാടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഇവിടെ തീരുമാനിച്ചാൽ ശക്തമായ പ്രതിഷേധമുണ്ടാവും, പ്രതിരോധമുണ്ടാകും. അതിൽ കോൺഗ്രസ് ഉണ്ടാവും മുമ്പിൽ, ASF ഉണ്ടെങ്കിൽ ASFും കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ KSUമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത് എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അടുത്ത ശങ്കുടിദാസ്, ഞാൻ ആവർത്തിച്ച് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിദ്യാഭ്യാസ പദ്ധതിയിൽ സമഗ്ര വികസനത്തിനുള്ള
ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് ഒരു നിർബന്ധിത മാനദണ്ഡമായി വരുന്നു. ഇപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സമാനമായ പ്രശ്നമുണ്ടായിരുന്നു, സംസ്ഥാനം നടപ്പിലാക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് എങ്കിൽ ആ തരത്തിൽ അത് രാഷ്ട്രീയമായ അവകാശവാദത്തിന് കൂടി കാരണമാകണം എന്നുള്ളൊരു ചിന്ത എന്തിനാണ്? ഒന്നാമത്തെ കാര്യം, ആരോപണം തെറ്റാണ്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോയോ പ്രധാനമന്ത്രിയുടെ ചിത്രമോ പ്രധാനമന്ത്രിയുടെ പേരോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. PM ശ്രീ എന്ന പേര് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നാളെ മറ്റൊരാളായി കഴിഞ്ഞാലും ആ സ്ഥാപനം അതുപോലെ തന്നെ തുടരും. ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ 100 കണക്കിന് പദ്ധതികളുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ 1000 കണക്കിന് പദ്ധതികളുണ്ട്, രാജീവ് ഗാന്ധിയുടെ പേരിൽ 1000 കണക്കിന് പദ്ധതികളുണ്ട്. അങ്ങനെ നരേന്ദ്രമോദിയുടെ പേരിലല്ല ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒക്യുപ്പൈ ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് PM ശ്രീ എന്നതിന് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് അർത്ഥം. അതല്ലാണ്ട് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി എന്നല്ല. നരേന്ദ്രമോദിയുടെ ചിത്രമോ ഫോട്ടോയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാർ 60% വിഹിതം, അതായത് ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കും 90% കേന്ദ്രവും 10% സംസ്ഥാനവും, മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 60% കേന്ദ്രവും 40% സംസ്ഥാനവും വിഹിതം വെക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പദ്ധതിയുടെ പേര് തന്നെ അതിന് ഉപയോഗിക്കണം. അതല്ലാണ്ട് നിങ്ങൾ കേരളത്തിലെ മറ്റൊരു പദ്ധതിയുടെ പേര്, ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കിയിട്ട് കരുണ്യയാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കിസാൻ നിധി നടപ്പാക്കിയിട്ട് കർഷകശ്രീ എന്ന് പറയുന്നത് പോലെ, PM ശ്രീയുടെ 14,500 സ്കൂളുകൾക്കുള്ള 5 കോടി രൂപയുടെ ഫണ്ട് മേടിച്ചിട്ട് കേരളത്തിലെ സ്കൂൾ വികസിപ്പിച്ചിട്ട് അതിന് മറ്റൊരു പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള മാനദണ്ഡം മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിലിപ്പോൾ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു ചർച്ചയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം SSA ഫണ്ട് PM ശ്രീയുടെ പേരിൽ തടഞ്ഞു വെക്കുന്നു എന്ന് പറയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ SSA ഫണ്ട് എന്ന് പറയുന്നതും PM ശ്രീ എന്ന് പറയുന്നതും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇവയെ തമ്മിൽ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. ദേ ആർ വൺ ആൻഡ് ദ സെയിം. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസിന് കൊടുത്തിട്ടുള്ള മറുപടിയുടെ അവസാനത്തെ വാചകം മാത്രം ഒന്ന് വായിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അതായത്, ഇൻഫാക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് സമഗ്ര ശിക്ഷ സ്കീം ഇസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP 2020 ആൻഡ് PM ശ്രീ സ്കൂൾസ് ആർ എക്സംപ്ലർ സ്കൂൾസ് ഓഫ് NEP 2020. അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ നടപ്പാക്കുക എന്നാൽ NEP 2020 നടപ്പാക്കുക തന്നെയാണ് അർത്ഥം. PM ശ്രീ പദ്ധതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ആ NEP 2020ന്റെ ഭാഗമായിട്ടുള്ള എക്സംപ്ലറി ആയിട്ടുള്ള സ്കൂളുകളെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അതിനുവേണ്ടി പ്രത്യേകം അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടാണിത്. നോക്കൂ, ഇപ്പോൾ പഞ്ചായത്ത് തൊഴുത്തുണ്ടാക്കാനോ അല്ലെങ്കിൽ മഴക്കുഴി ഉണ്ടാക്കാനോ 1 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ പറയുകയാണ് 1 ലക്ഷം രൂപയുടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിക്ക് എനിക്ക് അവകാശമുണ്ട്, പക്ഷെ ഞാൻ മഴക്കുഴി ഉണ്ടാക്കില്ല, എൻ്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യം മറ്റൊന്നാണ്, ഞാൻ ഓല മേയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, ഇത് ആ പദ്ധതിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ്. ഈ 27,000 കോടി എന്ന് പറയുന്നത് PM ശ്രീ സ്കൂളുകൾ 14,500 സ്കൂളുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ്. അത് നടപ്പാക്കിയാലേ ആ ഫണ്ട് കിട്ടുള്ളൂ. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട MOU നടപ്പാക്കില്ല, ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല, പക്ഷെ പദ്ധതിയുടെ വിഹിതം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള വാദമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വൈകി വന്ന വിവേകം കൊണ്ട് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടിട്ടുള്ള പണം തിരിച്ചു കിട്ടുമോ? ഈ കുട്ടികൾക്ക് കിട്ടേണ്ട പൈസയാണ്, ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. നോക്കൂ, ഈ പദ്ധതി പ്രകാരം റെട്രിബ്യൂട്ടീവായിട്ട് ഫണ്ട് കൊടുക്കുന്നതിനൊരു സ്കീമില്ല. 2022-23 കാലഘട്ടത്തിൽ നീക്കി വെച്ചിട്ടുള്ള തുകയ്ക്കോ 2023-24 നീക്കി വെച്ചിട്ടുള്ള തുകയ്ക്കോ 2025-2026 നിങ്ങൾ നടപ്പാക്കിയിട്ട് ആ ഫണ്ട് നമുക്ക് വേണം നമുക്ക് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, 14,500 സ്കൂളുകൾക്കാണ് ഈ അവസരം ഉള്ളതെങ്കിൽ രാജ്യത്ത് ഇതുവരെയായിട്ടും 12,200 സ്കൂളുകൾ ഉണ്ടാക്കി കഴിഞ്ഞു PM ശ്രീ പദ്ധതിയുടെ കീഴിൽ. ഇനി കേവലം 2,300 സ്കൂളുകൾക്കുള്ള സ്കോപ്പേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ഫണ്ടിന്റെ അലോക്കേഷൻസ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള തുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത് തന്നെയാണ്. 6,000-ഓളം വരുന്ന SSA ജീവനക്കാർക്ക് മുടങ്ങിയിട്ടുള്ള ശമ്പളം മുടങ്ങിയത് തന്നെയാണ്. 336 സ്കൂളുകൾ ഉണ്ടാക്കാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഈ വൈകി വന്ന വിവേകം കൊണ്ട് ഇനിയുള്ള ഒരു വർഷക്കാലം, 2027 വരെ ഈ പദ്ധതിയുടെ കാലാവധി ഉള്ളൂ നമ്മൾ ആലോചിക്കണം. ഇനിയുള്ള വർഷക്കാലം പരമാവധി അതിന്റെ ആനുകൂല്യം പറ്റാനും ഓരോ വർഷം 400 കോടി രൂപ വീതമാണ് നീക്കി വെക്കുന്നതെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള 400 കോടിയെങ്കിലും മേടിച്ചെടുക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 എങ്കിലും വിദ്യാലയങ്ങൾ നിർമ്മിക്കാനും ശ്രമിക്കുക എന്നല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഫണ്ടുകൾ തിരിച്ചു കിട്ടാനുള്ള ഒരു വൈകി വന്ന വിവേകം കൊണ്ട് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, ഈ PM ശ്രീ എന്ന പദ്ധതിയുടെ പേരും അതുമായി ബന്ധപ്പെട്ട ലോഗോയും പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫണ്ട് അത്
ചെലവഴിക്കാതെ പോയ കാലത്തെ ഫണ്ട് തിരികെ കിട്ടാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നഷ്ടപ്പെട്ട പണം, ഈ കുടിശ്ശികയാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ, ഈ 1500 കോടിയുടെ കണക്കാണ് പറയുന്നത് എങ്കിൽ അത് വരും വിദ്യാഭ്യാസ വർഷങ്ങളിൽ, അധ്യയന വർഷങ്ങളിൽ അത് കുടിശ്ശികയടക്കം തിരികെ നൽകുമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിശദമാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ ശ്രീ ജോബിനിലേക്കാണ് വരേണ്ടത്. പക്ഷേ നേരത്തെ ശ്രീ ജയരാജന്റെ ഊഴത്തിൽ അദ്ദേഹവുമായുള്ള ആശയവിനിമയത്തിൽ തടസ്സമുണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജയരാജ്, ഇപ്പോൾ ഇത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ചൂണ്ടിക്കാണിച്ചത്. 2 വർഷം, അതായത് ഇത്രയും കാലം ആ പദ്ധതിയുടെ കീഴിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് ഇയേർലി കൊടുക്കുന്ന പണമാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് പോലും സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് പോലും ഇല്ല എങ്കിൽ കുടിശ്ശികയ്ക്ക് വേണ്ടി എന്ന് വിചാരിക്കേണ്ടതുണ്ടോ, അതോ ഇനി വരും വർഷങ്ങളിൽ കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണോ? പറയുന്നത് കിഫ്ബി ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 96% സ്കൂളുകൾ റെഡിയായി കഴിഞ്ഞു. ആ റെഡിയായതിന്റെ പുറത്ത് ഈ ഫണ്ട് എടുത്തിട്ട് എവിടെ അലോട്ട് ചെയ്യാനാണ്? നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞ അതേ ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മഴക്കുഴിക്കുള്ള സാധനം മഴക്കുഴിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എല്ലാ കമ്പ്യൂട്ടർ ലാബുകളും സ്ഥാപിക്കാൻ, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും കമ്പ്യൂട്ടർ ലാബുകളുണ്ട്, ഓൾറെഡി ലാപ്ടോപ്പുകളുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുള്ള ഫണ്ട് അതിന് മാത്രമല്ല അലോക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അതിനി അനുവദിച്ചാൽ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തുള്ള ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ കണക്കുകളും കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. ഈവൻ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ 2500 കോടി രൂപയുടെ സഹായം ചോദിച്ചപ്പോൾ എത്ര കോടിയാണ് തന്നതെന്ന്. അതുപോലെ കണക്കുകൾ അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ പണം നമ്മൾ ഇത്രയും കാലം സ്വീകരിക്കാതിരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, NEP യുടെ തുടക്കമായിട്ടാണ് PM ശ്രീ ഉണ്ടാകുന്നത് എങ്കിൽ NEP യോടുള്ള നിലപാട് എന്താണ്? PM ശ്രീ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കുടിശ്ശിക ലക്ഷ്യമിട്ടാണോ, വരും വർഷങ്ങളിലുള്ള ഫണ്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അതിന്റെ പേരിൽ ഈ ബ്രാൻഡിംഗ് നടപ്പിലാക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടിയുള്ള അനുമതി നൽകുകയാണോ? തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.